ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ ചിഹ്നത്തെ പറ്റിയാണ്. ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാണ്, ദേശീയ മുദ്രയാണ് ഇത് സിംഹമുദ്ര. അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. ഓക്കെ, അത് കൃത്യമായി പറയുകയാണെങ്കിൽ ധർമ്മചക്രം പതിച്ച ഒരു പീഠമുണ്ട്. ആ പീഠത്തിന് മുകളിലായിട്ട് 4 സിംഹങ്ങളെ കാണാൻ സാധിക്കും. 4 സിംഹങ്ങൾ. ഓക്കെ, നമുക്കതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 സിംഹങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഓരോ സിംഹവും ഒന്നിനോടൊന്ന് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 3 സിംഹങ്ങളാണ്. ഓക്കെ, അപ്പം എൻ്റെ പിന്നൊരു കാര്യം പറഞ്ഞിരിക്കുക, എത്ര സിംഹങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എത്ര സിംഹങ്ങളുണ്ട്? 4 സിംഹങ്ങളാണ് ഉള്ളത്. കാണാൻ സാധിക്കുന്നത് 3 സിംഹങ്ങളെ മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലോ. പീഠത്തിന് നടുക്കായിട്ടാണ് എന്ത് കാണാൻ സാധിക്കുന്നത്? ഓക്കെ, ധർമ്മചക്രം. ഓർത്തിരിക്കുക, ധർമ്മചക്രം കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? പീഠത്തിന് നടുക്കായിട്ട് ധർമ്മചക്രം കാണാൻ സാധിക്കും. അതിൻ്റെ 2 സൈഡിലും മറ്റ് മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ധർമ്മചക്രം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഉത്തർപ്രദേശിലെ സാരനാഥിലെ സാരനാഥിലെ മാൻഡിയർ പാർക്കിൽ നിന്ന് ലഭിച്ച അശോക സ്തംഭത്തിൽ നിന്നുമാണ് ഈ ചിഹ്നം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സിംഹമുദ്രയിലെ ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായി പഠിച്ചു വെച്ചണം. സിംഹത്തെ കാണാൻ സാധിക്കും, 4 സിംഹം പറഞ്ഞു. പിന്നെ പറയേണ്ടത് കാള, കുതിര, ആന. ഓക്കെ, ഈ 4 മൃഗങ്ങളെയാണ് സിംഹമുദ്രയിൽ കാണാൻ സാധിക്കുന്നത്. അറിഞ്ഞിരിക്കുക, ധർമ്മചക്രം അല്ലെങ്കിൽ അശോക ചക്രത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന മൃഗമാണേത്? കുതിര. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് കാണുന്ന മൃഗമാണേത്? കുതിര എന്നറിഞ്ഞിരിക്കുക. ഇനി ധർമ്മചക്രത്തിൻ്റെ വലത് ഭാഗത്ത് കാണുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് കാളയാണ്. മറന്നുപോകരുത്, കാളയാണ് കാണാൻ സാധിക്കുന്ന മൃഗം. ഓക്കെ അല്ലോ. ദേശീയ മുദ്രയുടെ താഴെയായി ആലേഖനം ചെയ്തിരിക്കുന്നതാണ് എന്ത്? സത്യമേവ ജയതേ എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് ആലേഖനം ചെയ്തിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് ഏറ്റവും താഴെ ആലേഖനം ചെയ്തിരിക്കുന്നത്. സത്യമേവ ജയതേ എന്നത് എടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് ചോദിക്കാറുണ്ട്. ഏത് ഉപനിഷത്താണെന്ന് ചോദിച്ചാൽ മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്നത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര എന്നാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26 ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുന്നത്. 1950 ജനുവരി 26 സിംഹമുദ്രയായ ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ടു എന്നും അറിഞ്ഞിരിക്കുക. ദേശീയ ചിഹ്നത്തെ പറ്റിയുള്ള ക്ലാസ്സാണ് നമ്മൾ എടുത്തത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു.